നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതിന് മുമ്പായി നിങ്ങൾക്ക് പ്രപഞ്ചം അഥവാ ദൈവം നൽകുന്ന സയൻസിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ പ്രധാനപ്പെട്ട സയൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോവുകയാണ് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് യു വിൽ ഫൈൻഡ് ഇന്നർ പീസ് എന്നുള്ളതാണ്. അഥവാ നമ്മളുള്ളിലൊരു ശാന്തത അല്ലെങ്കിൽ ഇന്നർ പീസ് അനുഭവിക്കാൻ സാധിക്കും. അത് ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നമ്മൾ കുറേ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യാതെ തന്നെ നമ്മളുള്ളിൽ തനിയെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇന്നർ പീസ് എന്ന് പറയുന്നത്. നമുക്ക് പോലും പറയാൻ പറ്റില്ല, എന്തോ ഒരു ആശ്വാസം ഒന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ നടന്നാലും നടന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊരു ഇന്നർ പീസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ് സൈനാണ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന സമയത്ത് മനസ്സ് ശാന്തമായിട്ട് വെക്കാൻ പറയും. കാരണം മനസ്സ് ശാന്തമാകുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തോട്ട്സിന് പവർ വരികയുള്ളൂ. അല്ലാതെ നിരവധി കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ആഗ്രഹവും നടക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഓൾവേസ് കണക്ട് ടു നേച്ചർ എന്നുള്ളതാണ്. നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക. അഥവാ ചെടികളും മരങ്ങളുടെ ഇടയിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ പോലും അറിയാം നമ്മളിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയാണ്. നമ്മളെന്ത് ചെയ്യും, സോഷ്യൽ മീഡിയ കാര്യങ്ങളും ഓവറായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു നാച്ചുറൽ എനർജി നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതായത് നമ്മൾ ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് മുമ്പായി നമ്മളെപ്പോഴും ആ ഒരു പ്രപഞ്ചവും അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് സെയിം മൈൻഡഡ് പീപ്പിൾ. അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാവാം, ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് ആവാം, അങ്ങനെ എന്തുമാവട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ, സോഷ്യൽ മീഡിയ, നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാം തന്നെ നിങ്ങൾ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്നതായിട്ട് കാണാം. ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു റീല് കാണുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ആ റീല് വരും. അങ്ങനെയുള്ള കയറി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളെല്ലാം തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ചിലപ്പം നിങ്ങളൊരു ജീവിത പങ്കാളിയേക്കും ആഗ്രഹിക്കുന്നുണ്ടാകുക, ആ ഗുണങ്ങളെല്ലാം തികഞ്ഞ ജീവിത പങ്കാളിയെ ചിലപ്പോൾ നിങ്ങൾ കാണും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കപ്പിൾസിനെ നിങ്ങൾ കണ്ടുമുട്ടും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ എല്ലാം തന്നെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. നമ്പർ 4 എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് എന്നുള്ളതാണ്. അഥവാ പ്രപഞ്ചം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്പേഴ്സിനാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഓരോ നമ്പേഴ്സും ഓരോ മീനിങ്ങാണ്. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് കിട്ടുന്നതാണ്. ഇപ്പോൾ 1111 എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ എളുപ്പം നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള നൽകുന്ന ഒരു സൈനാണ്. 2222 എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഹീലിംഗ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് സംഭവിക്കുന്ന നമ്പറാണ് 2222 എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് നമ്പേഴ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ടൈമിംഗ് എന്നുള്ളതാണ്. അഥവാ നിങ്ങളൊന്നിലും റഷ് ചെയ്യില്ല. ഇപ്പം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ ചിന്തിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് അത് സംഭവിക്കേണ്ട സമയത്ത് അത് സംഭവിക്കും. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കൊണ്ട് കൂടുതൽ റഷ് ചെയ്തുകൊണ്ട് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നടക്കേണ്ട സമയത്ത് നടക്കും. അതിനാണ് ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചെടി, ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും, അത് ആ ഒരു വിത്ത് മുളക്കേണ്ട സമയത്ത് മുളക്കും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൂടുതൽ എപ്പോഴും വിത്ത് എടുത്ത് മുളച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വിത്ത് മുളക്കുകയില്ല, ആ ഒരു വിത്ത് നശിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയൊന്നാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സയൻസാണ്. ഇതല്ലാതെ വേറെ സയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.